നാഷണൽ NGOs കോൺഫെഡറേഷൻ ജനസേവാ സമിതി ട്രസ്റ്റ് വഴി നടപ്പിലാക്കിക്കൊണ്ടിരിക്കുന്ന സാമൂഹിക സംരംഭകത്വ വികസന പദ്ധതികളുടെ ഭാഗമായി LKG മുതൽ ഹയർ സെക്കൻഡറി വരെയുള്ള വിദ്യാർത്ഥികൾക്ക് 2000 രൂപയിലധികം വിലയുള്ള സ്കൂൾ കിറ്റ് 50% സബ്സിഡിയോടെ വിതരണം നടത്തുന്ന പറവൂരിലെ വിതരണോദ്ഘാടനം പറവൂർ നഗരസഭ ചെയർപേഴ്സൺ ബീന ശശിധരൻ നിർവഹിച്ചു. കൂടിയാണ് ഈ ചടങ്ങിൽ ഞാൻ പങ്കെടുക്കുന്നത്. കാരണം നാഷണൽ NGO കോൺഫെഡറേഷൻ ഇംപ്ലിമെന്റിംഗ് ഏജൻസിയും ജനസേവാ സമിതി ട്രസ്റ്റും കീഴിൽ അവർ ഒരുമിച്ച് നിന്നുകൊണ്ട് ഇതുപോലെ ജനോപകാരപ്രദമായ ഒരുപാട് പദ്ധതികൾക്ക് തുടക്കം കുറിച്ചുകൊണ്ട് ഇന്ന് നമ്മുടെ പറവൂർ മേഖലയിലുള്ള 600ഓളം കുട്ടികൾക്ക്, അതായത് നഴ്സറി ക്ലാസ് തുടങ്ങി +2 വരെയുള്ള വിദ്യാർത്ഥികൾക്ക് പഠനോപകരണങ്ങളെല്ലാം വിതരണം ചെയ്യുകയാണ്. നമുക്കറിയാം, പുതിയ അധ്യയന വർഷം തുടങ്ങുകയാണ്. അപ്പോൾ വിദ്യാഭ്യാസ മേഖലയിൽ കൂടി ഈ ജനസേവാ സമിതി ഊന്നൽ കൊടുത്തുകൊണ്ട് ഒരു പുതിയ പദ്ധതിക്ക് കൂടി തുടക്കം കുറിക്കുകയാണ്. അതിനാദ്യമേ തന്നെ ഈ ജനസേവാ സമിതി ട്രസ്റ്റിന്റെ എല്ലാ ഭാരവാഹികളെയും ഞാൻ അഭിനന്ദിക്കുകയാണ്. ജില്ലയിൽ 2000ഓളം വിദ്യാർത്ഥികൾക്ക് ഈ പദ്ധതി വഴി കിറ്റുകൾ നൽകും. പറവൂർ സെൻട്രൽ ഓഡിറ്റോറിയത്തിൽ വെച്ച് നടന്ന ചടങ്ങിൽ ട്രസ്റ്റ് പ്രസിഡന്റ് ഡോക്ടർ N മധു അധ്യക്ഷനായി. 3-4 മാസങ്ങളേ ആയിട്ടുള്ളൂ. പക്ഷേ ഈ 4 മാസത്തിനുള്ളിൽ ഞങ്ങൾക്ക് ഒരുപാട് കാര്യങ്ങൾ ചെയ്യാനായിട്ട് സാധിച്ചു. അതിൻ്റെ പ്രധാന കാരണം നിങ്ങളുടെ എല്ലാം സഹകരണമാണ്. കാരണം ഓരോ പ്രൊജക്റ്റ് വരുമ്പോഴും ഇത് ശരിയായിട്ടുള്ള ആളുകളിലേക്ക് എത്തിക്കുക എന്നുള്ളൊരു ഉദ്യമമാണ് ഞങ്ങൾക്കുള്ളത്. പ്രൊജക്റ്റുകൾ കേരളത്തിൽ എല്ലായിടത്തും നടക്കുന്നുണ്ട്. 200ഓളം സംഘടനകൾ കേരളത്തിൽ ഇത്തരത്തിലുള്ള പ്രവർത്തനങ്ങൾ നടത്തിയെടുക്കുന്നുണ്ട് ഇപ്പോൾ. പക്ഷേ അതിൽ ഏറ്റവും കൂടുതൽ ചെയ്തു വരുന്നത് ജനസേവാ സമിതി ട്രസ്റ്റാണെന്നുള്ളത് ഞങ്ങൾക്ക് അഭിമാനമുണ്ട്. കാരണം അതിന് പ്രവർത്തിക്കാനായിട്ട് ഒരു കൂട്ടം പേര് ഞങ്ങളുടെ കൂടെയുണ്ട്. ഈ കൂട്ടായ്മയാണ് പറവൂരിൽ പല കാര്യങ്ങൾക്കും തുടക്കമിടുന്നത് പറവൂരാണ്. വോട്ടിംഗ് മെഷീനുകളിൽ പല കാര്യങ്ങൾക്കും തുടക്കമിടുന്നത് പറവൂരാണ്. അപ്പോൾ തുടക്കം പറവൂരിലൂടെയായ ഈ വടക്കം പറവൂരിൽ ഇങ്ങനെയൊരു ട്രസ്റ്റ് ഫോം ചെയ്യുമ്പോൾ ഞങ്ങൾക്ക് വിശ്വാസം ഉണ്ടായിരുന്നു ഏത് കാര്യങ്ങളും നല്ല നിലയിൽ നടത്താൻ സാധിക്കുന്നു. സെക്രട്ടറി ഡോക്ടർ പ്രവീൺ G പൈ, പാട്രാക് പ്രസിഡന്റ് S രാജൻ എന്നിവർ സംസാരിച്ചു. ജനസേവ ട്രസ്റ്റ് ജനറൽ സെക്രട്ടറി CG മേരി സ്വാഗതം പറഞ്ഞു. നിങ്ങൾക്കറിയാവുന്ന പോലെ നാഷണൽ NGO കോൺഫെഡറേഷൻ്റെ വിവിധ പദ്ധതികൾ ജനസേവാ സമിതി ട്രസ്റ്റ് ഏറ്റെടുത്ത് കഴിഞ്ഞ കാലങ്ങളിൽ നടപ്പിലാക്കി വരുന്നുണ്ട്. അതിൻ്റെ തുടർച്ചയാണ് ഇപ്പോൾ ലഭ്യമാക്കുന്ന ഈ സ്കൂൾ കിറ്റും. അപ്പം മറ്റ് പദ്ധതിയിൽ നിന്ന് വ്യത്യസ്തമായി സ്കൂൾ കിറ്റിനൊരു പ്രത്യേകതയുണ്ട്. അത് ഓരോ ഏജൻസിക്കും തീരുമാനിക്കാം നിങ്ങൾക്ക് എന്ത് ഐറ്റം തരണം എന്നുള്ളത്. അപ്പം ഞാനതാ നേരത്തെ ഒന്ന് ചെറുതായിട്ട് സൂചിപ്പിച്ചത്, സാധാരണ ചെയ്യുന്ന പോലെ തന്നെ നമ്മൾ ഏറ്റവും മികച്ചതായിട്ട് നിങ്ങളുടെ കിറ്റ് ഒരുക്കാൻ ഞങ്ങളാലാവുന്ന വിധത്തിലൊക്കെ ശ്രമിച്ചിട്ടുണ്ട്. നിങ്ങൾ വീട്ടിൽ ചെന്ന് അതൊക്കെ ഭംഗിയായിട്ടൊക്കെ നോക്കി നാഷണൽ NGO കോൺഫെഡറേഷനോട് ഒരു നന്ദി നിറഞ്ഞ മനസ്സോടെ തുടർ പ്രവർത്തനങ്ങൾ വ്യാപരിക്കണം. അതോടൊപ്പം തന്നെ ഞങ്ങളും കുറച്ച് ആളുകളുടെ ഒരു കൂട്ടായ്മയാണ്. നിങ്ങളെപ്പോലുള്ള സാധാരണക്കാരായ സ്ത്രീ പുരുഷന്മാരുടെ ഒരു കൂട്ടായ്മയാണ്. ട്രസ്റ്റ് വഴി 2000 പേർക്ക് തയ്യൽ മെഷീൻ, 1000 വിദ്യാർത്ഥികൾക്ക് ലാപ്ടോപ്പ്, 600 പേർക്ക് ഇരുചക്രവാഹനം പറവൂരിൽ വിതരണം ചെയ്തിരുന്നു. പുതിയ പദ്ധതികൾ ഉടൻ തന്നെ നടപ്പിലാക്കുവാൻ ട്രസ്റ്റ് നടപടികൾ ആരംഭിച്ചതായി സെക്രട്ടറി അറിയിച്ചു. CJ ജോയ്, സിറ്റി വോയ്സ് ന്യൂസ് ബ്യൂറോ, നോർത്ത് പറവൂർ.